നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. എവിടെ വരുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെ ആയാലും സർക്കാരിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും 2-3 ദിവസം സംഗതി എത്തിയിട്ടുണ്ട്. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. US ഇസ്രായേൽ നടത്തുന്ന സംയുക്ത ആക്രമണത്തിൽ ഇറാനിലെ മരണസംഖ്യ 1332 ഉയർന്നു. കുവൈത്തിലെ US വ്യോമതാവളം ആക്രമിച്ചതായി ഇറാൻ സൈന്യം അറിയിച്ചു. അതേസമയം യുദ്ധം തുടരുന്ന പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഒട്ടേറെ ലക്ഷ്യങ്ങളിൽ ഇന്ന് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. നഗരത്തിലുടനീളം വൻ സ്ഫോടനങ്ങൾ കേട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കെർമൻഷായ്ക്ക് ചുറ്റും ഒട്ടേറെ സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇറാൻ കപ്പലിനെ ആക്രമിച്ച US അന്തർവാഹിനിയായ USS വെർജീനിയ 3 ഓസ്ട്രേലിയൻ പ്രതിരോധ സേനാംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസി സ്ഥിരീകരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിക്കുന്നതിന്റെ സൂചന നൽകുന്ന ഈ സംഭവം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഒരു ശത്രു കപ്പലിനെ ടോർപിഡോ ഉപയോഗിച്ച് അമേരിക്ക മുക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. സ്കൈ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ സൈനികരുടെ സാന്നിധ്യം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത്. ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ യോഗ തീരുമാനപ്രകാരം പൊതു താൽപര്യം കണക്കിലെടുത്താണ് ഇത് സ്ഥിരീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യാന്തര സമുദ്രമേഖലയിൽ ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ ഹെലികോപ്റ്ററിന് നേരെ ചൈനീസ് യുദ്ധവിമാനത്തിന്റെ പ്രകോപനം. ചൈനീസ് സൈനിക വിമാനം അപകടകരമായ രീതിയിൽ അടുത്തേക്ക് വന്നതിനെ തുടർന്ന് ഓസ്ട്രേലിയൻ ഹെലികോപ്റ്റർ അടിയന്തരമായി പാത മാറ്റി പറത്തിയാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. LOCക്ക് മുകളിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് പറക്കുകയായിരുന്ന ഓസ്ട്രേലിയൻ നാവികസേനയുടെ സീഹോക്ക് ഹെലികോപ്റ്റർ നേരെയാണ് ചൈനീസ് ജെറ്റ് വിമാനം വെല്ലുവിളി ഉയർത്തിയത്. ചൈനീസ് വിമാനം ഹെലികോപ്റ്ററിന് മുന്നിൽ ഫ്ലയറുകൾ വിക്ഷേപിച്ചതായും പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. തങ്ങളുടെ സൈനികരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി ആന്റണി അൽബനീസി വ്യക്തമാക്കി. Thinking about buying, building, or investing in property? Discover everything you need at the Cardinia Real Estate Exhibition, your local property event under one roof. Meet trusted builders, developers, agents, and finance experts, and explore the latest homes and investment opportunities. Join us Saturday, 14th March, at the Cardinia Cultural Centre in Pakenham from 9 a.m. to 5 p.m. Free entry. Register now at nearestate.com. We'll see you at the Cardinia Real Estate Exhibition. വടക്കൻ ക്വീൻസ്ലാൻഡിൽ ചുഴലിക്കാറ്റ് ഭീഷണി ശക്തമാകുന്നു. മേഖലയിൽ രൂപം കൊണ്ട ഉഷ്ണമേഖലാ ന്യൂനമർദ്ദം കനത്ത മഴയ്ക്കും കാറ്റിനും കാരണമായതോടെ ജനങ്ങൾ അതീവ ജാഗ്രതയിൽ. ഈ വാര്യാന്തം കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം മണിക്കൂറുകളോളം നീണ്ടുനിന്ന അതിശക്തമായ മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വടക്കൻ ക്വീൻസ്ലാൻഡിലെ ലക്ഷക്കണക്കിന് ആളുകൾക്കായുള്ള സുരക്ഷാ മുൻകരുതൽ അധികൃതർ ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മാറി താമസിക്കുവാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കരയിലെത്താൻ സാധ്യതയുള്ള ചുഴലിക്കാറ്റിന്റെ പാതയും തീവ്രതയും ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കനത്ത മഴയെ തുടർന്ന് റോഡ് ഗതാഗതം തടസ്സപ്പെടുവാനും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുവാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കുപ്രസിദ്ധ മോട്ടോർ ഗുണ്ടാ സംഘമായ കൊമാൻഡറോസ് ലക്ഷ്യമിട്ട് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമായി വൻ പോലീസ് വേട്ട. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ലഹരിമരുന്ന് ശൃംഖലകളെയും കുറ്റവാളി സംഘങ്ങളെയും അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായാണ് ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ സേനകൾ സംയുക്തമായി ഈ ഓപ്പറേഷൻ നടത്തിയത്. പുലർച്ചെ മുതൽ ആരംഭിച്ച മിന്നൽ പരിശോധനയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലും പോലീസ് റെയ്ഡ് നടത്തി. സംഘത്തിലെ പ്രധാനികൾ ഉൾപ്പെടെ നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റെയ്ഡിൽ വൻതോതിൽ ലഹരി മരുന്നുകളും തോക്കുകളും അനധികൃതമായി സമ്പാദിച്ച പണവും പിടിച്ചെടുത്തതായാണ് വിവരം. ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസും ന്യൂസിലാൻഡ് പോലീസും മാസങ്ങളായി നടത്തിവന്ന രഹസ്യാന്വേഷണത്തിനൊടുവിലാണ് ഈ നീക്കം. അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങളിൽ കൊമാൻഡറോസ് സംഘത്തിന് വലിയ പങ്കുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. സിഡ്നി, മെൽബൺ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെ ഗ്യാങ് കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടന്നത്. ഓസ്ട്രേലിയയിലെ പ്രമുഖ മീഡിയ കമ്പനിയായ OCTVയും റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ nearestate.com ചേർന്ന് ഓസ്ട്രേലിയയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംഘടിപ്പിക്കുന്ന റിയൽ എസ്റ്റേറ്റ് എക്സിബിഷന് തുടക്കമാകുന്നു. ആദ്യ എക്സിബിഷൻ പെക്കൻഹാമിലെ കാർഡിനിയ റിയൽ എസ്റ്റേറ്റ് എക്സിബിഷൻ മാർച്ച് 14 ശനിയാഴ്ച നടക്കും. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രദർശനം മികച്ച വേദിയായി മാറും.
ഭവന നിർമ്മാണ മേഖലയിലെ വിദഗ്ധ സേവനങ്ങൾ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മെഗാ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും നിക്ഷേപകർക്കും ബാങ്കുകൾ, പ്രമുഖ ഡെവലപ്പർമാർ, ബിൽഡർമാർ, മോർട്ടേജ് ബ്രോക്കർമാർ, നിയമവിദഗ്ധർ എന്നിവരുമായി നേരിട്ട് സംവദിക്കുവാനുള്ള അപൂർവ അവസരമാണ് എക്സിബിഷൻ വഴി ഏവർക്കും ഒരുക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സമയം. പ്രവേശനം തികച്ചും സൗജന്യമാണ്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് എത്തിച്ചേരാവുന്നതാണ്. Every day, watch me stand tall, light up, see her glow up. Every day, every you, hey you, feel the love. Every day, every day, every you. Affordable, lightweight lifestyle jewelry for every day, every you. Zoe from Malabar Gold and Diamonds. ഇന്ത്യൻ വനിതാ ടീമും ഓസ്ട്രേലിയ വനിതാ ടീമും തമ്മിലുള്ള പിങ്ക് ബോൾ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 198 റൺസിൽ പുറത്ത്. ടോസ് നേടിയ ഓസ്ട്രേലിയ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യയ്ക്കായി കാർത്തിക് ഗൌർ, കൌശിക് ഗൌതം, പത്രിക റാവൽ, സയാലി സൻഖിരെ എന്നിവർ വനിതാ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചു. ജമീമ റോഡ്രിഗ്സ് ആണ് ഇന്ത്യൻ നിരയിലെ ടോപ്പ് സ്കോറർ. താരം 10 സെഞ്ചുറി നേടി. 84 പന്തിൽ 7 ഫോറുകൾ സഹിതം ജമീമ 52 റൺസാണ് സ്വന്തമാക്കിയത്. ഇറാനെതിരായ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് തിരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ നിലപാടുകൾ കേന്ദ്ര സർക്കാർ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ അടിയറവ് പറയുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് LDF സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ റാലിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. LDF യുദ്ധവിരുദ്ധ പ്രമേയവും അവതരിപ്പിച്ചു. സിൽവർ ലൈൻ DPR പുതുക്കുവാൻ നിർദ്ദേശം നൽകി കേന്ദ്രം. ആദ്യ DPRലുള്ള സ്റ്റാൻഡേർഡ് ഗേജിന് പകരം ബ്രോഡ് ഗേജിൽ പാത നിർമ്മിക്കണമെന്നാണ് നിർദ്ദേശം. കേന്ദ്ര റെയിൽവേ ബോർഡാണ് നിർദ്ദേശം നൽകിയത്. നേരത്തെ സംസ്ഥാന സർക്കാരും കേരളയിലും DPR സ്റ്റാൻഡേർഡ് ഗേജിൽ എത്തിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അസമിൽ വ്യോമസേനയുടെ സുഖോയ് വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 2 പൈലറ്റുമാർക്ക് വീരമൃത്യു. സ്ക്വാഡ്രൺ ലീഡർ അനച്ച്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂർവേഷ് ദുർഖർ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. ഇരുവരുടെയും യോഗത്തിൽ വ്യോമസേന അനുശോചനം രേഖപ്പെടുത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.